നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനോട് സർക്കാരിന് എന്തിനാണ് ഇത്ര കരുതൽ? ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിട്ട് പോലും ക്രമസമാധാന പാലനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതല്ലാതെ ഒരു നടപടി ഉത്തരവ് പോലും വരാത്തതിന് പിന്നിൽ എന്തായിരുന്നു? പോലീസ് മേധാവിയാക്കാനുള്ള മുന്നൊരുക്കം. സ്കൂട്ടറി കമ്മിറ്റി പരിശോധിക്കുമ്പോൾ DGP ആകാൻ യോഗ്യതെന്ന് വരുത്താനുള്ള കരുതൽ. ഇന്ന് മന്ത്രിസഭാ തീരുമാനമായി അജിത് കുമാറിന് DGP റാങ്കിലേക്കുള്ള ശുപാർശയ്ക്ക് അംഗീകാരം കിട്ടുമ്പോൾ ആ കരുതലിന് പിന്നിലെ തന്ത്രങ്ങൾ പുറത്തു വരികയാണ്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള സുരേഷ് രാജ് പുരോഹിത് സംസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ താൽപര്യം കാട്ടിയില്ലെങ്കിൽ ഇപ്പോഴത്തെ പോലീസ് മേധാവി വിരമിക്കുമ്പോൾ അജിത് കുമാറിന് DGP റാങ്ക് കിട്ടും. പോലീസ് മേധാവിയാകാനുള്ള തടസ്സം മാറിക്കിട്ടും. പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അനധികൃത സ്വത്ത് സമ്പാദിക്കൽ, പോലീസ് വിജിലൻസ് അന്വേഷണങ്ങൾ നേരിടുന്ന ADGP MR അജിത് കുമാറിന് പ്രൊമോഷൻ കിട്ടാൻ ഇതോ യോഗ്യതകൾ? എല്ലാ ചട്ടവും പാലിച്ചെന്ന് അവകാശപ്പെടുന്ന സർക്കാർ എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് കൂടി തിരിച്ചറിയണം. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, എന്താണ് ADGPയോടുള്ള സർക്കാരിന്റെ കരുതൽ? പ്രൈം ഡിബേറ്റിൽ CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ്, കോൺഗ്രസ് നേതാവ് ശ്രീ നിജേഷ് അരവിന്ദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, ഇന്ന് KPCC പ്രസിഡന്റ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ ADGP MR അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുകയാണ്, അത് ഒരു പ്രത്യുപകാരമാണ് എന്നാണ്. DGP റാങ്കിലേക്കുള്ള പ്രൊമോഷന് തടസ്സം മാറിക്കിട്ടുകയാണല്ലോ മന്ത്രിസഭാ തീരുമാനത്തോടെ. എന്താണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ കാരണം? ADGP അജിത് കുമാർ നേരത്തെ വാർത്തകളിൽ നിറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ വിവാദമായിരുന്ന സ്വർണ്ണക്കടത്ത് കേസിലും സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ കാലഘട്ടത്തിലുമായിരുന്നു. അന്ന് സ്വപ്ന സുരേഷ് പല കാര്യങ്ങളും പുറത്തു പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് തൻ്റെ കൂട്ടാളി സരിത്തിനാണ് എന്ന് പറഞ്ഞു. സരിത്തിൻ്റെ കാര്യം, സരിത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കേരളം കാത്തിരുന്നു. എന്നാൽ ആ സരിത്തിനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഒരു വിജിലൻസ് കേസ് പോലും ഇല്ലാതിരുന്ന സരിത്തിനെ തട്ടിക്കൊണ്ടുപോയത്, കസ്റ്റഡിയിൽ വെച്ചത് അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ശ്രീ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ്. ആ അജിത് കുമാർ പിന്നീട് സർവീസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. ആരോപണം വരുന്നു. എന്തിനായിരുന്നു അന്ന് സരിത്തിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ, സ്വപ്ന സുരേഷ് പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങൾ സരിത്തിലൂടെ പുറത്തു വരാതിരിക്കാൻ, സ്വപ്ന സുരേഷ് പറഞ്ഞതിൻ്റെ തെളിവ് പുറത്തു വരാതിരിക്കാൻ. സ്വപ്ന സുരേഷ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്ന ഒരു ആരോപണത്തിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയ ഒരു ഉദ്യോഗസ്ഥനാണ് കേരളത്തിൻ്റെ അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന അജിത് കുമാർ. സ്വാഭാവികമായിട്ടും ആ അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വലിയൊരു കടമയാണ്. ആ കടമ അദ്ദേഹം നിർവഹിക്കുന്നു. കേരളത്തിലുടനീളം ADGP അജിത് കുമാറിനെതിരെ വലിയ വികാരങ്ങൾ വന്ന സമയത്ത്, ADGP അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദന കേസ് കേരളത്തിൽ ചർച്ചയായപ്പോൾ, അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണം കേരളത്തിൽ ചർച്ചയായപ്പോൾ, ഇടതുപക്ഷത്തെ ഒരു MLA, പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആൾ PV അൻവർ നിരന്തരമായി കൊണ്ട് ADGP അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത്, അദ്ദേഹമാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന് നിരന്തരമായി പറഞ്ഞിട്ടും ഒരു നടപടിയുമില്ലാതിരിക്കുന്നു. അന്ന് ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി, വളരെ കണിശമായിക്കൊണ്ട് ADGP അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് വിശ്വസിച്ചു. ADGP അജിത് കുമാർ അതിനിടയ്ക്ക് അദ്ദേഹം നടത്തിയ RSS നേതാക്കളുമായിട്ടുള്ള ചർച്ച, എന്തിനായിരുന്നു അന്ന് ദത്താത്രേയ ഹൊസബളയെ കണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. വയനാട് പ്രളയത്തിൽ നമ്മളൊക്കെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് പ്രാർത്ഥന കൊണ്ടു നിൽക്കുന്ന സമയത്ത് വത്സൻ തില്ലങ്കേരി എന്ന RS നേതാവിനെ അദ്ദേഹം എന്തിനു കണ്ടു എന്ന വാർത്ത അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ADGP അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തെ ക്രമസമാധാന പാലനത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. അതായത് ഒരു ശിക്ഷാ നടപടിയും അദ്ദേഹത്തിനെതിരെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ എണ്ണി നോക്കുകയാണെങ്കിൽ 3 അന്വേഷണങ്ങൾ MR അജിത് കുമാറിനെതിരെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും കേസ് എടുത്തിട്ടില്ല എന്നുള്ള വാദമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിച്ചിട്ടുണ്ടാവുക. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഈ സ്വാഭാവികമായി കിട്ടുന്ന ഈ പ്രൊമോഷൻ അത് തടയുവാനുള്ള നിയമപരമായ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ശ്രീ നിജേഷ് അരവിന്ദ്,
ഈ താങ്കൾക്കറിയാമോ എന്താണ് ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഗതി എന്ന്? അതായത് പൂരം കലക്കലിനെ കുറിച്ചുള്ള അന്വേഷണം, അത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു അന്വേഷണം നടന്നിട്ടുള്ളതാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണമാണല്ലോ. അതിൽ ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ ആ സമയത്ത് ഉണ്ടായതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത് DGP ആണ് അത് അന്വേഷിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ RSS നേതാക്കളെ കണ്ടത്, ദത്താത്രേയ ഹൊസബളയെ കണ്ടത്, പ്രത്യേകിച്ചും റാം മാധവിനെ കണ്ടതും ഇക്കാര്യവും അന്വേഷണ പരിധിയിൽ വരുന്നു. പിന്നെ വിജിലൻസ് അന്വേഷണം എന്ന രീതിയിൽ അനധികൃത സ്വത്ത് സമ്പാദനം. നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇതിന്റെ ഗതി എന്തായിട്ടുണ്ട് എന്ന്, എവിടെ വരെ ഈ അന്വേഷണം എത്തിയിട്ടുണ്ട് എന്ന്? ഇപ്പോൾ ആ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഒരു ചാർജുമില്ല, ഒരു കേസുമില്ല. ഇതിന്റെ ബലത്തിലാണല്ലോ DGP ആകുവാനുള്ള യോഗ്യത ADGP MR അജിത് കുമാറിനുണ്ടായിരിക്കുന്നത്. അന്ന് അൻവർ MLA പറഞ്ഞ ഒരു വലിയ പ്രയോഗമുണ്ട്. സ്കൂൾ ഹെഡ് മാസ്റ്റർക്കെതിരെയുള്ള കേസ് ആ സ്കൂളിലെ പ്യൂൺ അന്വേഷിച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ്, ADGP അജിത് കുമാറിനെതിരെ, ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ ആ അന്വേഷണം എവിടെ എത്തുമെന്ന് നമ്മൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. കേസ് ഏൽപ്പിച്ച ആൾക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട് ഈ കേസ് എവിടെയും എത്തരുത് എന്ന്. ഈ കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇതേ അജിത് കുമാറാണ്. ഈ കേസിൻ്റെ ആദ്യവും അവസാനവും എവിടെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് ADGP അജിത് കുമാറിനാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ പറ്റി അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ കേസ് വന്നാൽ, കേസിൻ്റെ FIR ഇട്ടാൽ, കേസൊരു മുന്നോട്ട് പോയാൽ തൻ്റെ പ്രൊമോഷന് അത് തടസ്സമാകുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന അജിത് കുമാർ ആ കേസ് മുന്നോട്ട് പോകാൻ അനുവദിക്കുമോ? ആരായിരുന്നു ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ? അദ്ദേഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകളായിരുന്നു. എല്ലാ ദിവസവും ADGPക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ അദ്ദേഹത്തിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ഒരു കേസ് അന്വേഷിച്ചാൽ അതെവിടെ എത്തുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. ഞങ്ങൾ നേരത്തെ മഞ്ജുഷ് പറഞ്ഞ ഒരു കാര്യം മാത്രമേ നമ്മൾക്കുള്ളൂ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നുണ്ട്. ADGP ആയ അജിത് കുമാറിന് അമിതമായി സ്നേഹവും കരുതലും പരിലാളനയും കിട്ടാൻ എന്താണ് കാരണം എന്നുള്ളത് മാത്രമേ കേരളം കാണേണ്ടതുള്ളൂ, കേരളം പഠിക്കേണ്ടതുള്ളൂ. അത് ഏകദേശം വ്യക്തമാണ്, ഏകദേശം സുവ്യക്തമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ചില പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പെട്ട സമയത്ത് കൈനീട്ടിക്കൊടുത്ത ആളാണ് അജിത് കുമാർ. സ്വാഭാവികമായി അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ ഈ സ്ക്രീനിങ് കമ്മിറ്റി എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന ഏതോ കമ്മിറ്റിയാണ് എന്ന് വിചാരിക്കും. അല്ല, ഇവർ തന്നെയാണ് അതിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നു, ഒന്നുമില്ല എന്ന് പറയുന്നു. പിന്നീട് പാസ്സാക്കേണ്ടത് ആരാണ്? കേരളത്തിലെ മന്ത്രിസഭയാണ്, അവരത് പാസ്സാക്കുന്നു. ഇന്ത്യൻ പോലീസ് സർവീസ് പ്രൊമോഷൻ ടു സീനിയർ സ്കെയിൽ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രേഡ്, സെലക്ഷൻ ഗ്രേഡ്, സൂപ്പർ ടൈം സ്കെയിൽ ആൻഡ് എബോ സൂപ്പർ ടൈം സ്കെയിൽസ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ളതാണ്. അതിൻ്റെ ഓരോ വാചകവും എടുത്ത് ഇഴകീറി പരിശോധിച്ച് കഴിഞ്ഞാൽ MR അജിത് കുമാറിനെ ഈ പാനലിൽ ഉൾപ്പെടുത്താതിരിക്കുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അത് സാധിച്ചിട്ടുമില്ല. ശ്രീ ഡോക്ടർ B ജയരാജ്, എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. 3 അന്വേഷണങ്ങൾ ഉണ്ട് MR അജിത് കുമാറിനെതിരെ. അന്വേഷണങ്ങൾ അങ്ങനെ നീണ്ടുപോവുകയാണ്. അതിനൊരു ടൈം ബൗണ്ട് അന്വേഷണമായിട്ട് പോലുമല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ ഒരു പ്രൈമ ഫേസി അന്വേഷണം പോലും നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ഈ RSS നേതാക്കളെ കണ്ട കാര്യത്തിലാകട്ടെ അന്വേഷണം ഒന്ന് നടന്നതാണ്, പിന്നെ അന്വേഷണത്തിന് മേൽ അടുത്ത അന്വേഷണം വന്നിരിക്കുകയാണ്. പൂരം കലക്കലിനെ കുറിച്ച് ഒരു അന്വേഷണം വന്നതാണ്, അതിനുമേൽ മറ്റൊരു അന്വേഷണം വന്നിരിക്കുകയാണ്. പക്ഷേ കരുതൽ അവിടെ എത്ര കൃത്യമാണ്! ഒരു കേസ് പോലും, ഒരു FIR പോലും എടുത്തിട്ടില്ല. അത് മാത്രമല്ല, ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അതൊരു ശിക്ഷാ നടപടി അല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ഒരു വാചകം പോലും അദ്ദേഹത്തിനെതിരെ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ എത്രമാത്രം കരുതൽ! ഇങ്ങനെയൊന്നും കരുതൽ നടത്തരുതേ ഒരു ഉദ്യോഗസ്ഥനോട്. മഞ്ജുഷ്, ഇത് കരുതലിൻ്റെ എന്ന വിഷയമല്ല. ഇതിനകത്ത് പ്രധാനമായിട്ട് MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചത് PV അൻവറാണ്. PV അൻവർ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നും PV അൻവർ ഉന്നയിച്ച അന്നത്തെ കാലത്ത് ഗൗരവതരമായ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണെന്നും പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായി കഴിഞ്ഞു. PV അൻവറിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നും PV അൻവർ ഏത് കൂടാരത്തിലേക്കാണ് പോകുന്നതെന്നും PV അൻവർ ഇപ്പോഴെവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ഫ്ലോറിൽ ഈ വിഷയം ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഈ അനധികൃത സ്വത്ത് സമ്പാദനവും വീട് വെപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരിട്ട് പോയി പരിശോധിച്ച കാര്യമാണ്. അവിടെ ഈ വീട് 10 സെൻറ്റ് സ്ഥലത്തിനകത്താണ് ഈ ബുർജുൽ അറബ് കെട്ടി പൊക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. അതിന് എത്രമാത്രം എസ്റ്റിമേറ്റ് ഉണ്ടാവും, എത്രമാത്രം ചിലവുണ്ടാവും, എത്ര രൂപ ലോൺ എടുത്തിട്ടുണ്ട്,
ആരാണ് ആ വസ്തു വാങ്ങിക്കൊടുത്തത്, അത് ഗിഫ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ മയപ്പൻ മകൾക്ക് കൊടുത്തതാണ് ആ സ്ഥലം, ആ 10 സെൻറ്റ് സ്ഥലം. കവടിയാർ കൊട്ടാര സദൃശ്യമായ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ ഒരു ആരോപണം. ആ ആരോപണത്തിൻ്റെ അന്നേ ഒടിഞ്ഞതാണ്. ആ ആരോപണം തന്നെയാണ് നിജേഷ് ഒരു ആരോപണമായിട്ട് വീണ്ടും ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. ഇതൊക്കെയാണ് അതിനകത്തെ വസ്തുത. പിന്നെ ഇതിനകത്ത് ഈ IPS ഉദ്യോഗസ്ഥരുടെ റൂൾ അനുസരിച്ച്, റൂൾ നമ്പർ 9 അനുസരിച്ച് പ്രൊമോഷൻ അർഹതപ്പെട്ടവർക്ക് ആ പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് തടഞ്ഞു വെക്കാൻ ഒരു സർക്കാരിന് അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പൊരു കേസ് അറിയാമല്ലോ. ഇങ്ങനെ തടഞ്ഞു വെക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് TP സെൻകുമാർ. TP സെൻകുമാർ നേരെ കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം അങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ സർക്കാരിന് തിരിച്ചടിയേറ്റു, ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഭാഷ്യമായിരിക്കും അതിന് ചവയ്ക്കുക. അങ്ങനെ ഉണ്ടാവും. പിന്നെ അർഹതപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് ഒരു കാരണവശാലും അത് തടഞ്ഞിരിക്കാൻ, അതായത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുമ്പോൾ അതിനകത്ത് ഇപ്പോൾ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തുന്നത്, ആ അന്വേഷണത്തിന് അതിന് മുകളിൽ ആരെ കൊണ്ടാണ് അന്വേഷിപ്പിക്കുക? സെൻട്രൽ ഏജൻസിയെ കൊണ്ട്. അല്ലല്ല, ഡോക്ടർ B ജയരാജ് DGP തന്നെ അന്വേഷിച്ചതാണ്. DGP കൊടുത്ത റിപ്പോർട്ട് ADGPക്ക് എതിരെയുള്ള റിപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷേ അതിനുമേൽ അന്വേഷണത്തിനാണ് പിന്നീട് ഉത്തരവ് വന്നത്. ആ അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനുമേൽ എന്ത് കണ്ടെത്താനാണ് DGP? എന്തായാലും DGPക്ക് ഈ ADGP കളങ്കിതനാണ് എന്ന് അറിയാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടും ആ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പൂരം കലക്കലിലും അങ്ങനെ തന്നെയാണ്. പിന്നെ താങ്കൾ PV അൻവറിന്റെ കാര്യം പറഞ്ഞു. അൻവറിന്റെ കാര്യമേ ഇവിടെ സംസാരിക്കുന്നില്ല. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളല്ല ഇത്. ഇപ്പോൾ ADGP RSS നേതാക്കളെ കണ്ട കാര്യം, ആ വിഷയം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് ആരാണ്? CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇതിലൊരു നടപടി എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ഇവിടെ പ്രധാനമാണ്. അദ്ദേഹം നിലപാട് പറയട്ടെ. ഇപ്പോൾ ഈ DGP റാങ്കിലേക്കുള്ള പ്രൊമോഷന് തടസ്സമില്ല എന്ന രീതിയിലുള്ള മന്ത്രിസഭ തീരുമാനം, മന്ത്രിസഭയുടെ അംഗീകാരത്തെക്കുറിച്ച് അദ്ദേഹമാണ് സംസാരിക്കേണ്ടത്. ADGP സ്ഥാനത്തിരിക്കുവാൻ യോഗ്യനല്ല, ഒരു നിമിഷം പോലും ഇരിക്കില്ല MR അജിത് കുമാർ ആ പദവിയിൽ നിന്ന് പറയുന്നത് ശരിയായി വരികയാണ്. ADGP പദവിയിലല്ല, അതിനേക്കാൾ ഉയർന്ന DGP പദവിയിലേക്കാണ് MR അജിത് കുമാർ വരാൻ പോകുന്നത്. അതിനുള്ള തന്ത്രങ്ങളും പയറ്റിയിട്ടുണ്ടാവും. സുരേഷ് രാജ് പുരോഹിത് കേരള കേഡറിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ അടുത്ത പ്രൊമോഷൻ വരുന്നത് സ്വാഭാവികമായിട്ടും MR അജിത് കുമാറിനാണ്. അപ്പോൾ അതിനുള്ള തന്ത്രങ്ങൾ പോലും ഇപ്പോൾ തന്നെ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ PV അൻവർ പറഞ്ഞ കാര്യങ്ങളല്ല ഇതൊന്നും. VS സുനിൽകുമാറാണ് ഇപ്പോൾ നടന്ന് മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്, ഈ പറയുന്ന തൃശ്ശൂർ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള. അതിൽ സ്വാഭാവികമായിട്ടും ആരാണ് സംശയനിഴലിൽ നിൽക്കുന്നത്? MR അജിത് കുമാറാണ്. RSS നേതാക്കളുമായുള്ള ബന്ധത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിലാരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഘടകകക്ഷികളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. RSS നേതാക്കന്മാരെ ഒരു സ്റ്റേറ്റിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു DGP സന്ദർശിക്കുക എന്ന് പറയുന്നതിനകത്ത് പുതിയ കാര്യമൊന്നുമല്ല. സാധാരണഗതിയിൽ ഇത്തരം ആളുകളെല്ലാം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം സന്ദർശിക്കാറുണ്ട്. ഇപ്പോൾ മന്ത്രിമാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് നമുക്കത് പറയാൻ പറ്റും. ഇത് രാഷ്ട്രീയമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയമില്ല എന്ന് നമ്മൾ കരുതപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ നിൽക്കേണ്ടുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ആളുകളെ ക്രമസമാധാന പാലനത്തിൻ്റെ ഭാഗമായിട്ട് സന്ദർശിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ ദത്താത്രേയ ഹൊസകളെ ആണെങ്കിലും മറ്റേ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സന്ദർശിച്ച RSS നേതാവാണെങ്കിലും ആരായാലും, ഇപ്പോൾ വത്സൻ തിന്നകേരി ഇന്നൊരു പുതിയൊരു ആരോപണം കൂടി കേൾക്കുന്നു. വത്സൻ തിന്നകേരിയോട് സംസാരിച്ചതിനകത്തും തെറ്റൊന്നും പറയാനാവില്ല. കാര്യം സ്റ്റേറ്റിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെ ചാർജുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. ആ സമയത്ത് ഇരുന്നപ്പോഴാണ് ഇത്തരം ഇതൊക്കെ നടത്തിയത്, സന്ദർശനങ്ങൾ നടത്തിയത്. അത് പിന്നെ അദ്ദേഹം യൂണിഫോമിൽ പോയില്ല, യൂണിഫോം ഇല്ലാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കോൺസ്പിറസി തിയറിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇതിനകത്തോട്ട് വലിച്ചിട്ടോട്ട് വരുന്നതും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും, പിന്നെ സ്വർണം പൊട്ടിക്കൽ കേസ്, കൊലപാതകം, എക്സ്റ്റോഷൻ, എങ്ങനെ ഒന്നും പറയേണ്ട ഒരു പട്ടിക, ഒരു നീണ്ട പട്ടികയായിരുന്നല്ലോ ചർച്ച ചെയ്തത്. ഇതിലൊന്നുപോലും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പോലീസിനോ പുറത്തുവിടാൻ പറയൂ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. ഇത്രയുമായിട്ട് എന്താണ് അന്വേഷണം എങ്ങും എത്താത്തത്? സംസ്ഥാന പോലീസിന് DGPക്ക് തന്റെ കീഴിലുള്ള ADGPയെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുവാൻ ഇത്ര താമസമാണോ ഉള്ളത്? ഒരു തവണ റിപ്പോർട്ട് കൊടുത്ത DGP ആണ് അബദ്ധത്തിലായി പോയത്. കാരണം ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് അടുത്ത അന്വേഷണം നടത്താൻ DGPയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ ഇങ്ങനെയൊരു പാനലിൽ DGP റാങ്കിലേക്കുള്ള പാനലിൽ എത്തിപ്പെടുന്നതിന് വേണ്ടി
ഒരു അന്വേഷണം നടക്കുന്നത് ഒരു തടസ്സമാകില്ല എന്നാണ് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒരു പീരിയഡ് ഓഫ് വാലിഡിറ്റി ഓഫ് ദ പാനൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ 2-ലെ ഒരു ക്ലോസ് ഉണ്ട്. ഇഫ് എ വിജിലൻസ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ഇൻക്വയറി ഹാസ് ബീൻ സ്റ്റാർട്ടഡ് അഗെയിൻസ്റ്റ് ആൻ ഓഫീസർ ഓൺ ദ പാനൽ ആഫ്റ്റർ എ പ്രിലിമിനറി എൻക്വയറി എസ്റ്റാബ്ലിഷിംഗ് ചാർജസ് പ്രൈമ ഫേസി ദ സെഡ് ഓഫീസർ ഷാൽ നോട്ട് ബി പ്രൊമോട്ടഡ് പെൻഡിങ് ദ റിസൾട്ട് ഓഫ് എൻക്വയറി എന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു പാനലിൽ ഇടം പിടിച്ചതിന് ശേഷം പിന്നെ ആ പ്രൊമോഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അന്വേഷണം വന്ന് അതിലൊരു ചാർജ് അദ്ദേഹത്തിനെതിരെ ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല, അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോ ഇപ്പോൾ ഈ പാനലിൽ ഈ DGP റാങ്കിനുള്ള പാനലിലേക്ക് വരാൻ പോലും അർഹതയില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റിയുടെ കണ്ടെത്തൽ, ഈ കമ്മിറ്റി 2 പേരെയാണല്ലോ ഇപ്പോൾ DGP റാങ്കിലേക്ക് പരിഗണിച്ചതും മന്ത്രിസഭയ്ക്ക് ശുപാർശ ചെയ്തതും മന്ത്രിസഭ അംഗീകരിച്ചതും, സുരേഷ് രാജ് പുരോഹിതും അതുപോലെ തന്നെ MR അജിത് കുമാറും. അതിൽ ആദ്യ പേര് സുരേഷ് രാജ് പുരോഹിതിൻ്റെതാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സർവീസിലാണ് ഉള്ളത്. അദ്ദേഹം തിരിച്ചു വന്നില്ല എങ്കിൽ, അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ പേരുകാരനായി MR അജിത് കുമാർ ഇപ്പോഴത്തെ പോലീസ് മേധാവി വിരമിക്കുമ്പോൾ ആ റാങ്കിലേക്ക് വരും. അതൊരു സ്വാഭാവികമായ മാറ്റമായിരിക്കും. അതിന് ഇപ്പോഴത്തെ ഈ ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് ഒരു തടസ്സവും ഇല്ല എന്ന് ഈ കമ്മിറ്റി പറയുമ്പോൾ അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? ശ്രീ മഞ്ജുഷ്, അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് ശുപാർശ നൽകുന്നതിനൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അന്വേഷണം എപ്പോൾ തുടങ്ങിയതാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. കാരണം ഈ ഒരു ഗൈഡ് ലൈൻ ഡോക്യുമെൻ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ സ്ക്രീനിങ് കമ്മിറ്റി പരിഗണിക്കേണ്ടതായിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അതായത് ഇത് വളരെ ഒബ്ജക്റ്റീവായിട്ടും വളരെ ഇമ്പാർഷ്യലായിട്ടും വേണം ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, ഇവരെ പറ്റി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഉദ്യോഗസ്ഥരുടെ ഇൻറ്റഗ്രിറ്റിയെപ്പറ്റി യാതൊരു വിധത്തിലുള്ള സംശയവും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഹയർ അതോറിറ്റിയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആരെ എങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടത്, ശുപാർശ നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമ്പാർഷ്യലായിട്ടുള്ള തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയെ പറ്റി, അദ്ദേഹത്തിൻ്റെ വർക്ക് എത്തിക്സിനെ പറ്റി ഈ കമ്മിറ്റിക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള തർക്കവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വേണം ശ്രീ അജിത് കുമാർ എന്തൊക്കെ തരത്തിലുള്ള ചാർജുകളാണ് നിലവിൽ നേരിടുന്നത്, എന്തൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് അദ്ദേഹം നേരിടുന്നത് എന്നുള്ളത് ആലോചിക്കാൻ. ഇപ്പോൾ അല്പം മുമ്പ് ശ്രീ ജയരാജ് പറഞ്ഞത് ശരിയാണെങ്കിൽ, അതായത് അദ്ദേഹത്തിന് വളരെ പരിമിതമായിട്ടുള്ള സ്ഥലമാണ്, ആ സ്ഥലം അദ്ദേഹം എങ്ങനെയാണ് ആർജിച്ചത്, അവിടെ നടന്നിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബുർജ് അൽ അറബ് നിർമ്മിച്ചു എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിലത്തേക്കുള്ള കാര്യവും വളരെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് അന്വേഷണം പൂർത്തിയാക്കി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകാനായിട്ട് സർക്കാർ വൈകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ ജയരാജനെ നേരിട്ട് അന്വേഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബോധ്യമാകുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ എൻക്വയറി നടത്തുന്ന ആൾക്കാർക്ക് ബോധ്യമാകാതിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമല്ലേ. ഇപ്പോൾ ശ്രീ ജയരാജന് മാത്രം ഇത് ബോധ്യമായാൽ പോരാ, കേരള സമൂഹത്തിന് മൊത്തത്തിൽ അത് ബോധ്യമാകണം. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിവിധ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാവർക്കും തന്നെ ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു റിപ്പോർട്ട് ഇവിടെ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. അപ്പോൾ നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് എന്താണ്, ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായാലും MR അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ സർക്കാരിന് നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രിയപ്പെട്ടയാളാണ്. അദ്ദേഹത്തിനോട് കരുതലുണ്ട്, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ നിങ്ങൾ വിമർശിച്ചോളൂ, പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന രീതിയിലത്തേക്കാണ് ഇത് വരിക. കാരണം അദ്ദേഹം നേരിടുന്ന 3 ആരോപണങ്ങൾ പ്രധാനമായിട്ടുള്ളതിൽ ഒന്ന് പൂരം കലക്കലാണ്, രണ്ടാമത്തേത് അനധികൃത സ്വത്ത് സമ്പാദനമാണ്, ഇതിൽ മൂന്നാമത്തേതാണ് RSS നേതാക്കളെ കാണുക എന്നുള്ളത്. ഇതിൽ ആദ്യത്തെ 2 എണ്ണവും തെളിഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്. അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. പൂരം അലമ്പുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ഹാൻഡ് ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ മാത്രം തെളിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റത്തെ പ്രധാനപ്പെട്ട കുറ്റമാണ്. കാരണം നമ്മൾ വേലി തന്നെ അങ്ങനെയാണെങ്കിൽ വിളവ് തിന്നുകയാണ് എന്ന് പറയേണ്ടി വരും. ഇതിൽ മൂന്നാമത്തേത് മാത്രമാണ് ഒരു ക്രിമിനൽ കുറ്റമോ അല്ലാത്തത്. ഇപ്പോൾ RSSൻ്റെ നേതാക്കളെ കണ്ടതിലൊരു കുറ്റമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. നിരവധി ആൾക്കാരെ കാണും. രാഷ്ട്രീയമായി സർക്കാരിനെ വിമർശിക്കാനായിട്ട് ഒരുപക്ഷെ സഖ്യകക്ഷികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ തന്നെ അതൊരു അവസരം ഉണ്ടാക്കും എന്നതിനപ്പുറത്തേക്ക്, രാഷ്ട്രീയ പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നില്ല. പക്ഷേ ആദ്യത്തെ 2 വിഷയങ്ങൾ അങ്ങനെയല്ല. അതിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമാകുന്ന രീതിയിലാണോ ഈ കൂടിക്കാഴ്ച എന്നുള്ള കാര്യം ഈ അന്വേഷണ പരിധിയിൽ ഉണ്ട് എന്നാണ്. പക്ഷേ ആ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട് എന്ന് പറയുമ്പോൾ ആ അന്വേഷണം എവിടെ വരെയായി എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. എത്ര ആളായി? സെപ്റ്റംബറിൽ അന്വേഷണം തുടങ്ങിയതാണ്, ഇതുവരെ അതിന്റെ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല.
അതെ, അപ്പോൾ അപ്പോൾ ഔദ്യോഗിക ഈ വിഷയങ്ങളിലാണ് കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണോ ആ സന്ദർശനം എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ പറ്റുകയില്ല ഇപ്പോഴും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ ഇതിൽ അതിപ്രധാനമാണ് ഈ പ്രൊമോഷന്റെ കാര്യത്തിൽ. അതിൽ DGP ഈ ADGPയെ വിശ്വസിക്കുന്നയാളായിരുന്നു. അല്ല, നോക്കൂ, ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ എൻഡ് എന്താണ്, ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ സർക്കാർ ഇപ്പോൾ കുറേ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുക എന്നോ അതിൽ അവസാനമായിട്ട് എന്ത് തരത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത് എന്നത് നമ്മൾ ക്ലൈമാക്സിൽ കാണേണ്ടതാണ്. പക്ഷേ ആ ക്ലൈമാക്സിൻ്റെ സ്ക്രീനിങ് കഴിഞ്ഞ് ഈ സിനിമ മുഴുവൻ കണ്ടതിന് ശേഷം ഒരു അഭിപ്രായം പറയുന്നത് പോലെയാണ് ഇപ്പോൾ സർക്കാർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത്. ക്ലീൻ ചിറ്റ് കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥന് മാത്രം പ്രാപ്തമാകുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം സൗകര്യങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നതിന് സർക്കാരിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. മറ്റു പല ഉദ്യോഗസ്ഥരുണ്ട്. നമ്മുടെ ഈ IAS IPS തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനഭിമതരായിട്ടുള്ള നിരവധി ആൾക്കാർക്ക് അവരർഹിക്കുന്ന പ്രൊമോഷൻ തടഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അവരെ നിലവിലുള്ള പോസ്റ്റുകളിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണം IAS-ലുള്ള N പ്രശാന്താണ്. അദ്ദേഹം സെക്രട്ടറി ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഡ്യൂ ഫോർ പ്രൊമോഷനാണ്. പക്ഷേ അദ്ദേഹത്തെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് 2 വർഷത്തിലധികമായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ IPS-കാരനായിട്ടുള്ള അജിത് കുമാറിനെതിരെ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിൻ്റെ വേഗം വളരെ കുറവാണ്. അന്വേഷണം എന്തായി എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിനൊരു മെമ്മോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലേക്കുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ട് നമുക്കറിയില്ല. അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് ഒരു തടസ്സമല്ല എന്നുള്ള ഒരു വാദം മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അന്വേഷണത്തിൻ്റെ പുരോഗതി എന്താണ് എന്നതിനെപ്പറ്റി നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്ലൈമാക്സിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അർഹതപ്പെട്ട പ്രൊമോഷൻ നൽകുന്നതിന് സർക്കാരിന് ബുദ്ധിമുട്ടില്ല എന്ന രീതിയിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് CPM-ന്റെ അവരുടെ കൂട്ടുത്തരവാദിത്തം എന്ന രീതിയിൽ അവരുടെ മുന്നണിയിലുള്ള പല പാർട്ടികളും തന്നെ ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അന്വേഷണം നടത്തിയതിന് ശേഷം അജിത് കുമാറിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തതിന് ശേഷം ഇതൊക്കെ തന്നെ സർക്കാരിന് ചെയ്യാമായിരുന്നു. ഇപ്പോൾ നേരത്തെ ജയരാജ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് സമയവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉടനെ എങ്ങും DGP റാങ്കിൽ ഒഴിവ് വരുന്നില്ല. ഇപ്പോൾ തന്നെ ഒരാൾ എക്സസ് ആണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് സഞ്ജീവ് കുമാർ പട്ജോഷി വിരമിക്കുന്ന സമയത്ത് ഒരു പുതിയ DGP റാങ്കിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റുകയുമില്ല. നിലവിലുള്ള അഞ്ചാമൻ നിതിൻ അഗർവാൾ, അദ്ദേഹം 4-മനായിട്ട് അപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന 4 പേർ, ആ പട്ടിക തികയും അവിടെ. പിന്നീട് മനോജ് എബ്രഹാമിനാണ് അവസരം വരുന്നത്. പത്മകുമാർ വിരമിക്കുന്ന ആ സമയത്ത് മനോജ് എബ്രഹാം വന്നു കഴിഞ്ഞ് പിന്നെ 3-മത്തായിട്ടേ ഒരു DGP റാങ്കിൻ്റെ ഒഴിവ് ഇവിടെ വരുന്നുള്ളൂ. അതിലേക്കാണ് പരിഗണനയിൽ MR അജിത് കുമാർ വരുന്നത്. അതും MR അജിത് കുമാർ അല്ല, സുരേഷ് രാജ് പുരോഹിതാണ് വരേണ്ടത്. അദ്ദേഹം കേരള കേഡറിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ചില്ല എങ്കിൽ MR അജിത് കുമാറിന് കിട്ടും. അതിനുള്ള സെറ്റ് ഇപ്പോഴേ തയ്യാറാക്കി വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അത്ര ധൃതിയില്ലായിരുന്നു ഇക്കാര്യത്തിൽ. ഇപ്പോൾ ഒരു DGP റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യുവാൻ തടസ്സമില്ലാത്ത രീതിയിൽ MR അജിത് കുമാറിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്തുള്ള കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് DGP തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആരോപണ വിധേയനായി നിൽക്കുന്ന വിഷയത്തിൽ DGP ഒരു റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അന്വേഷണം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതിനെപ്പറ്റി പൊതുസമൂഹത്തിൽ എത്താതിരിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൻ്റെ എല്ലാവിധ സ്വഭാവങ്ങളും അതിനുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം തന്നെ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ട് സർക്കാർ തള്ളി എന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ 2 വിഷയങ്ങൾ കൊണ്ട് ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണോ വരുന്നത്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നീ കാര്യങ്ങളിൽ എനിക്കിപ്പോൾ സംശയമുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ സർക്കാർ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പല പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്, മറ്റു പല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരോട് കാണിച്ചിട്ടില്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു താല്പര്യം ശ്രീ അജിത് കുമാറിനോട് തോന്നിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന രീതിയിലത്തേക്കാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഈ ഘടകകക്ഷിയിലുള്ള CPI എത്രത്തോളം ബഹളം വെച്ച് കഴിഞ്ഞാലും ഞങ്ങളൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് നടപ്പാക്കുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ, അന്വേഷണത്തിൻ്റെ പുരോഗതി എന്തായി എന്ന് പോലും പൊതുസമൂഹത്തിന് അറിയാത്ത ഒരു വിഷയത്തിൽ, ആ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സമയത്ത് അതിൻ്റെ പേരിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിന് നീക്കേണ്ടി വന്നിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പ്രൊമോഷന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം എവിടെയില്ലേ? അതിനെപ്പറ്റി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് CPM-ന് സാധിക്കുന്നില്ല, CPM-നെ സഹായിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് സാധിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് നമുക്കിതെല്ലാം തന്നെ ബോധ്യമാകുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിപരമായ ബോധ്യം എന്തുകൊണ്ട് മതിയായ സമയം എടുത്തുകൊണ്ട് അതിൽ പ്രോപ്പറായിട്ടുള്ള എൻക്വയറി നടത്തിയിട്ട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ. പക്ഷേ ആ ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പൊതുമധ്യത്തിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് മതിയായ സമയമുണ്ടായിട്ടും അതിന് ശ്രമിക്കാതെ ഒരു ഭാഗത്ത് എല്ലാ കാര്യവും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. ശരിയാണ്, അത് ആ ഒരു സന്ദേശവും കൊടുക്കുകയാണ്. ഏത് തരത്തിലുള്ള ആരോപണം വന്നാലും ഈ ഉദ്യോഗസ്ഥനെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, അത് മുഖ്യമന്ത്രിയുടെ ഒരു താല്പര്യം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന രീതിയിലാണ് MR അജിത് കുമാർ അറിയപ്പെടുന്നതും. പക്ഷേ ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ ഡോക്ടർ B ജയരാജ് ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് അവിടെ DGP എന്നുള്ള പദവി നൽകിയിട്ടില്ല, അതിലേക്കുള്ള പാനലിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അടുത്തതായിട്ട് പരിഗണിക്കുന്ന സമയത്ത് DGP ആകാം. പക്ഷേ അതിനിടയിലാണ് അന്വേഷണ റിപ്പോർട്ട് വരുന്നതെങ്കിൽ MR അജിത് കുമാറിനെതിരെ പരാമർശമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്, പ്രൊമോഷൻ കിട്ടില്ല. അല്ല, ക്രമസമാധാന ചുമതലയുള്ള ഒരു DGP-യെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ക്ലീൻ ചിറ്റാണ് അദ്ദേഹത്തിനുള്ളത് എങ്കിൽ, പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിനെതിരെ തെളിവില്ല എങ്കിൽ എന്തിനു വേണ്ടി അദ്ദേഹത്തെ മാറ്റി? അത് മാറ്റാൻ പാടില്ലല്ലോ. എന്തിന് ഘടകകക്ഷികൾ CPI വളരെ സ്റ്റേണായിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി വരും എന്ന് പറയുന്നു? എന്തുകൊണ്ട് തൃശ്ശൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിനെതിരെ മൊഴി കൊടുക്കുന്നു? അപ്പോൾ അതിൻ്റെ മറുപടി പറയേണ്ടത് ഗവൺമെൻറ്റാണ്. അന്വേഷണത്തിൽ നിന്ന് ഒരാളെ അന്വേഷണ വിധേയനാക്കുന്നു, സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഒരാൾക്കെതിരെ അന്വേഷണം നടക്കുന്നു. അതിനിടയിൽ എന്തിന് ധൃതി പിടിച്ച് ഈ പാനലിനകത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു? കാത്തിരുന്നുകൂടെ? അല്ലെങ്കിൽ ടൈം ബൗണ്ട് വെച്ച് ഈ അന്വേഷണം നടത്തിക്കൂടായിരുന്നോ? 3 മാസത്തിനുള്ളിൽ, 2 മാസത്തിനുള്ളിൽ ഇതിൽ നടപടി വേണം എന്ന് പറയുന്നു, അതില്ലല്ലോ. ഇനി അതിൻ്റെ മുകൾ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ തയ്യാറായോ? അതുമില്ലല്ലോ. സർക്കാർ ഒരു തിരക്കഥ എഴുതി, ഒരു അന്വേഷണം, പേരിന് ഒരു അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണം നാളെയോ മറ്റന്നാളോ അവസാനിക്കും. അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരും. ഇത്രയേ ഉള്ളൂ. പിന്നെ നേരത്തെ B ജയരാജ്, ആരും ആരെയും കാണുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പകൽ വെളിച്ചത്തിൽ കാണുമ്പോൾ അതിനൊരു മാന്യതയുണ്ട്. പകൽ വെളിച്ചത്തിൽ അല്ലാതെ കാണുമ്പോൾ, പിന്നീട് അത് പിടിക്കപ്പെടുമ്പോൾ അതിനൊരു മാന്യതയില്ല. സ്വാഭാവികമായിട്ടും തൻ്റെ ഔദ്യോഗിക വാഹനം മാറ്റി നിർത്തി, യൂണിഫോം മാറ്റി വെച്ച് സ്വകാര്യ വാഹനത്തിൽ പോയി ഒരു നേതാവിനെ, RSS നേതാവിനെ അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്താണ് ADGP അജിത് കുമാറും ഹോസബളിയും തമ്മിലുള്ള ബന്ധമെന്ന് വിശദീകരിക്കാൻ കേരള ഗവൺമെൻറ് കഴിയണ്ടേ? ADGP എന്തിനാണ് രഹസ്യമായിക്കൊണ്ട് വാഹനം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കണ്ടത് എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ്റിനില്ലേ? അത് എന്തിനു കണ്ടു എന്ന് തുറന്നു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തിനാണ് സ്വകാര്യ കാറിൽ പോയത്, എന്തിനാണ് ഒളിച്ചു വെച്ച് പോയത്, എന്തിനാണ് യൂണിഫോം അഴിച്ചു വെച്ച് പോയത് എന്ന് പറഞ്ഞാൽ മതി, നമ്മളവിടെ വിശ്വസിച്ചേക്കാം. പിന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ആരോപണം? അൻവർ അവിടെ എത്തി എന്നല്ല. അൻവർ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CLPക്ക് അകത്തുള്ള ആളാണ്, ആ പാർലമെന്ററി പാർട്ടിക്ക് അകത്തുള്ള ആളാണ്, കൂടെ കിടന്ന ആളാണ്, മുഖ്യമന്ത്രിയുടെ റൈറ്റ് ഹാൻഡ് ആണ്, CPM-ന്റെ ചിഹ്നത്തിൽ CPM-ന്റെ ഒപ്പം ചേർന്ന് നിന്ന് മത്സരിച്ച ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അൻവർ എവിടെ എത്തി എന്നല്ല, അൻവർ ഇന്നലെ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അൻവർ ഇന്നലെ എന്തായിരുന്ന സമയത്താണ് ആരോപണം ഉന്നയിച്ചത് എന്നാണ് ചോദ്യം. അതിന്റെ മറുപടിയും പറയേണ്ടത് കേരളത്തിലെ ഗവൺമെന്റാണ്. അത് പറയുന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യത്തിൽ നേരത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ച ശ്രീ ജയരാജ് നേരിട്ട് പോയി കണ്ട് സാക്ഷ്യപ്പെടുത്തി എന്ന് പറയുന്നു. എന്തിനാണ് താങ്കൾ ഇങ്ങനെ സാക്ഷ്യപത്രവുമായി വരുന്നത്? കേരളത്തിൽ അന്വേഷണ കമ്മീഷനിലെ അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ കൊടുത്ത സ്വത്താണ് എന്ന് താങ്കളത്തിന് സാക്ഷ്യപത്രം കൊടുക്കണം. അത് പൊതുസമൂഹത്തോട് പറയട്ടെ. ഇതിന് ഇത്രയേ വിലയുള്ളൂ, അത് എനിക്ക് ഇന്നതിന് കിട്ടിയതാണ്, ഇത്ര രൂപയുടെ ചെലവുള്ള വീടല്ല എന്ന്. ഞാൻ ആ വീട് കാണുന്നത് മാധ്യമങ്ങളിലെ ചിത്രം കണ്ടിട്ടാണ്, മാധ്യമങ്ങളിലെ വാർത്ത കണ്ടിട്ടാണ്. ആ വീടുമായി ബന്ധപ്പെട്ട അതിന്റെ കോടിക്കണക്കിന് രൂപ ഉണ്ട് എന്ന് പറയുന്നത് മാധ്യമങ്ങളിലെ വാർത്ത കണ്ടിട്ടാണ്. അപ്പൊ അത് നിഷേധിക്കട്ടെ, അത് നിഷേധിക്കാൻ വളരെ എളുപ്പമാണല്ലോ. അതിനു പകരം താങ്കളെ പോലെയുള്ള ആളുകൾ ഞാൻ നേരിട്ട് പോയി കണ്ടു എന്ന് പറയുന്നതിന് എന്ത് വാലിഡിറ്റിയാണുള്ളത്? താങ്കൾ ഇതിനെ ന്യായീകരിക്കാൻ ഇതിന്റെ ത്രൂ ഔട്ട്
അജിത് കുമാറിനെയും ഭരണ സംവിധാനത്തെ ന്യായീകരിക്കാൻ വരുന്ന ഒരാൾ ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്ത് ശരിയാണുള്ളത്? അപ്പോൾ പൊതുസമൂഹത്തിനകത്തേക്ക് ഒരു ചർച്ച ADGPയുടെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അതിന് ക്ലാരിറ്റി കൊടുക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റാണ്. അത് വെറുതെ പറഞ്ഞാൽ പോരാ, അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം പറയുക. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല അന്വേഷണ ടീമിനെ വെക്കാൻ വേണ്ടി ഗവൺമെന്റ് സാധിച്ചോ? ഇല്ല. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെയാണ് അന്വേഷിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റിന്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ADGP ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളാണ്, പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ച ആളാണ്. അദ്ദേഹത്തിനെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കും. ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും അദ്ദേഹത്തിനെ ഞങ്ങൾ സംരക്ഷിച്ചിരിക്കും എന്ന മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ADGP MR അജിത് കുമാർ സ്വന്തം നിലയിൽ RSS നേതാവ് ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്നുള്ള കാര്യവും അതുപോലെ തന്നെ അതിന് പിന്നിൽ അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ തരപ്പെടുത്തിയെടുക്കുവാൻ, കേന്ദ്രത്തിൽ നിന്ന് തരപ്പെടുത്തിയെടുക്കുവാൻ, അത് എന്താണെന്ന് വെച്ചാൽ പോലീസ് മേധാവി എന്ന പദവിയാണ്. കേന്ദ്രത്തിനാണല്ലോ ഈ 10 പേരുടെ പാനൽ അയച്ചിട്ട് അതിൻ്റെ 3 പേരുള്ള അവസാന പട്ടിക. അതിൽ നിന്നാണല്ലോ സീനിയോറിറ്റി മറികടന്നും അവിടെ നിയമനം കിട്ടാം. അങ്ങനെയാണ് സമീപകാലങ്ങളിൽ വന്നിട്ടുള്ളതും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സെറ്റ് ഒരുക്കുകയായിരുന്നു ADGP MR അജിത് കുമാർ. അക്കാര്യവുമുണ്ടല്ലോ അതിൽ. പക്ഷെ നിങ്ങൾ ആരോപിക്കുന്ന കാര്യം RSSും മുഖ്യമന്ത്രിയും തമ്മിലുള്ള രഹസ്യ ബാന്ധവമാണ്. അവിടെ ഒരു ഇടനിലക്കാരനായി ADGP MR അജിത് കുമാർ വന്നു എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ ആരോപിക്കുന്നതും ഞങ്ങൾ വിശ്വസിക്കുന്നതും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന അഴിമതി കേസായ SNC ലാവ്ലിൻ ഇന്ന് CBI കോടതിയിലാണ്. ആ കോടതിയിൽ 45 തവണ കേസ് അസാധാരണമായ രീതിയിൽ മാറ്റിവെക്കപ്പെടുന്നു. ഏതെങ്കിലും ചില ശക്തികൾ ഇടപെടാതെ ഒരിക്കലും ആ കേസ് അങ്ങനെ മാറ്റിപ്പോവില്ല എന്ന് നമ്മൾക്കറിയാം. വൈദ്യുതി കരാറുകൾ 25 കൊല്ലത്തേക്കാണ് എങ്കിൽ പിണറായി വിജയന്റെ കരാർ ആജീവനന്തമാണ് എന്ന വിശ്വാസമാണ് ഇതിലൂടെ തെളിയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടനിലക്കാരനായിക്കൊണ്ട് പിണറായി വിജയന്റെ റൈറ്റ് ഹാൻഡായ ADGPയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയാ തെറ്റ് പറയാൻ പറ്റുക? ആ ADGP യൂണിഫോം അഴിച്ചു വെച്ച് സ്വകാര്യ കാറിൽ പോയി കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അന്ന് തന്നെ, അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അന്ന് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കിട്ടിയതാണല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും RSSുമായി നേരത്തെ എടുത്തിരിക്കുന്ന സമീപനം വെച്ച് നോക്കുന്ന സമയത്ത് വേറെ ഒന്നും വേണ്ടല്ലോ അന്വേഷിക്കാൻ വേണ്ടി. RSSന്റെ അഖിലേന്ത്യാ നേതാവിനെ സ്വകാര്യമായി എൻ്റെ DGP, എൻ്റെ ADGP പോയി കണ്ടു എന്ന് പറഞ്ഞാൽ ആ ഒറ്റ കാരണം മതി അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തേ ആക്ഷൻ എടുക്കുന്നില്ല? കാരണം അയച്ചിരിക്കുന്നത് ഞാനാണ്, എൻ്റെ രഹസ്യമാണ് അവിടേക്ക് കൊടുത്തയക്കുന്നത്, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. അല്ലാതെ കേരളത്തിൻ്റെ ഒരു DGP, ADGP രഹസ്യമായി RSS നേതാവിനെ കാണാൻ ധൈര്യം കാണിക്കുമോ എന്ന് ചോദിച്ചാൽ കാണിക്കില്ല. കാരണം അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഭരണ സംവിധാനമുണ്ട്. നേരത്തെയുള്ള ഇരിപ്പുവശം അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരിക്കുന്ന സമയത്ത് ഒരാൾ ADGPയെ കാണാൻ പോയാൽ, ഒരു ഉദ്യോഗസ്ഥൻ ADGPയെ കാണാൻ പോയാൽ ഉണ്ടാകുന്ന പുകില് എന്തായിരിക്കും? നേരെ തിരിച്ച് ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കാലമാണ്, ഉമ്മൻചാണ്ടിയോ കരുണാകരനോ ഭരിക്കുന്ന കാലത്താണ് ADGPയാണ് പോകുന്നത്, RSS നേതാവിനെ കാണാനാണ് പോകുന്നത് എങ്കിൽ എത്രത്തോളം പുകിലുണ്ടാവും? ഒരു ഗവർണറെ ഇന്നലെ യൂണിവേഴ്സിറ്റി അകത്ത് തടഞ്ഞ ഒരു സാഹചര്യം പോലും ഉണ്ട്. അത് എന്തിന്റെ പേരിലായിരുന്നു? അത് രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയം RSSന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗവർണറാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയല്ലേ? കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP രഹസ്യമായി പോയി RSSന്റെ നേതാവിനെ പലവട്ടം പല ആളുകളെ കാണുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ് എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ് എങ്കിൽ എന്തിന് കേരളത്തിൽ വെച്ച് കാണണം? മറ്റെവിടെയെങ്കിലും പോയി കണ്ടാൽ പോരെ? കേരളത്തിനകത്ത് എല്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിനെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം പോകുന്നുണ്ട് എങ്കിൽ അത് കേരളത്തിലെ ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അത് പറയേണ്ട ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിൻ്റെതാണ്. ശരി, ഡോക്ടർ B ജയരാജ് ഒരു കാര്യവും വെളിയിലേക്ക് വിടുന്നില്ല. ഒരു റിപ്പോർട്ടിനെ കുറിച്ചും ഒരു മിണ്ടാട്ടവുമില്ല. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങളെയെല്ലാം കളിയാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ ഈ തീരുമാനം വന്നിരിക്കുന്നത്. മന്ത്രിസഭയ്ക്ക് ഇപ്പോൾ ഉടനടി ഈ തീരുമാനം എടുത്തില്ല എന്ന് വെച്ച് ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. പെൻഡിങ്ങിൽ വയ്ക്കുവാൻ ഒരു കുഴപ്പവും ആരും ചോദിക്കുമായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ നേരത്തെ ഈ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യം വന്ന സമയത്തും ഇദ്ദേഹം എന്തോ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോകും, സർക്കാരിനെതിരെ കേസ് കൊടുക്കും. സെൻകുമാറിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ സർക്കാരിനെതിരെ നിങ്ങൾ വിമർശനം ഉന്നയിച്ചു കൊണ്ടുവരും എന്നൊക്കെയുള്ള തൊടുന്യായങ്ങളായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇവിടെ ഒന്നും സംഭവിക്കുമായിരുന്നില്ല. പക്ഷേ അതൊക്കെ ഒരു പ്രതിരോധമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. മന്ത്രിസഭാ തീരുമാനം ഇപ്പോൾ ഉടനടി ഈ കാര്യത്തിൽ എടുത്തതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എടുത്തില്ലെങ്കിൽ എന്ത് കുഴപ്പമാണുള്ളത്? പക്ഷേ അവിടെ ഇങ്ങനൊരു സന്ദേശം കൊടുക്കണം. MR അജിത് കുമാർ ഞങ്ങളുടെ ആളാണ്, കൃത്യമായ സംരക്ഷണം ഞങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാകും. അത് കൊടുക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ നിലവിലുള്ള അന്വേഷണങ്ങൾ എന്തായി? വെറും ആവിയായി മാറുന്നു എന്നുള്ള സന്ദേശമാണ്. അങ്ങനെയല്ല. ഈ ADGP അജിത് കുമാറിന് ക്രമസമാധാന പാലനത്തിൽ നിന്ന്
മാറ്റി നിർത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥ ലെവലിൽ ഇരിക്കുന്ന സമയത്ത് അന്വേഷണം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ നിജേഷ് അരവിന്ദിനാണ് മറുപടി പറയുന്നത് ആദ്യമായിട്ട്. അതിനുശേഷം രണ്ടാമത് എൻ്റെ കാര്യം ഞാൻ എന്തിനാണ് അത് പറഞ്ഞതെന്നുള്ളത്. ശരിക്കും എൻ്റെ വീട് കൊല്ലത്താണ്. ഞാനിപ്പോൾ 98 തൊട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ രാവിലെ നടക്കാൻ പോകുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ സ്ഥലമുള്ളത്, വീടുള്ളത്. അപ്പോൾ ഞാനെന്നും അതിലേ നടക്കാൻ പോകുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും കൗതുകത്തിൻ്റെ പുറത്താണ് ഞാനിത് അന്വേഷിച്ചത്. ഈ കവടിയാറ് ആ ഭാഗത്തൂടെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നടക്കാനായിട്ട് പോയപ്പോഴാണ് അവിടെ ഒരു ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കുന്നു. വലിയ ബിൽഡിങ്ങാണ്. അപ്പോൾ ഞാനത് ആരുടെ ബിൽഡിങ്ങാണെന്ന് അതിനുശേഷമാണ് ഈ ആരോപണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് സ്ഥലത്താണ് ഈ സാധനം. അത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാണത്തിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. കവടിയാറായതുകൊണ്ട് അവിടെ 2 നിലയിൽ കൂടുതൽ മേളിലോട്ട് കെട്ടിപ്പൊക്കാൻ പറ്റില്ല. താഴേക്ക് സെല്ലാർ ഉണ്ടാക്കിയാൽ തന്നെ ഒരു സെല്ലാറൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള സ്ഥലമാണ് ഈ കവടിയാർ എന്ന് പറഞ്ഞ സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ തുകയൊക്കെ ചിലവാക്കി ഇത്രയും എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള എമൗണ്ടൊക്കെ ചിലവാക്കി അവിടെ വീട് കെട്ടുക എന്ന് പറയുന്നതിനകത്ത് ഒരു വൈരുദ്ധ്യം എനിക്ക് ഞാൻ കണ്ട് തിരിച്ചറിഞ്ഞൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. സർക്കാർ പറഞ്ഞ ഇപ്പോൾ ഞാൻ കണ്ട കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ADGP അജിത് കുമാറുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ന്യായീകരിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ 54 റൂൾസ് അനുസരിച്ച് 33% കൂടുതൽ ആവരുതെന്നേ പറയുന്നുള്ളൂ. 15th ലെവലിലുള്ള ഉദ്യോഗസ്ഥർ 5 പേരാണുള്ളത്. അതിലൊന്ന് സുരേഷ് രാജ് പുരോഹിത്, പിന്നെ ആദ്യത്തെ ഇപ്പോഴത്തെ മനോജ് എബ്രാഹിം, പിന്നെ മൂന്നാമത്തത് S. ശ്രീജിത്ത്, MR അജിത് കുമാർ, വിജയ് സാക്കറെ. ഇങ്ങനെ 5 പേരാണുള്ളത്. അതിനകത്താണ് ഈ ലിസ്റ്റിലേക്കാണ് പുതിയതായിട്ട് ഈ അജിത് കുമാറിൻ്റെ പേര് വരുന്നത്. അജിത് കുമാറിൻ്റെ പ്രൊമോഷൻ്റെ കാര്യം വരുന്നത്. അത് റൂൾ നമ്പർ 9 അനുസരിച്ചിട്ടാണ് അർഹതപ്പെട്ട ഒരാളുടെ ഇത് തടഞ്ഞു വെക്കാനായിട്ട് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമില്ല. പ്രത്യേകിച്ച് ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ ഈ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ തടഞ്ഞു വെക്കാനുള്ള ഇതില്ല. പിന്നെ ഈ അന്വേഷണങ്ങൾ നടക്കുന്നു. പിന്നെ എത്രയോ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലെല്ലാം സർക്കാർ എല്ലാം നേരെ പോ എന്നുള്ള സമീപനമാണല്ലോ സ്വീകരിച്ചിരിക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം ഡോക്ടർ B. ജയരാജ്. സർക്കാരിന് ഇഷ്ടമില്ലാത്ത ആളുകളോട് സർക്കാർ ആ രീതിയിലേ പെരുമാറുകയുള്ളൂ. ആശ്രിത വത്സരരായി നിൽക്കുന്നവർക്കും ഓർഡറിലായി നിൽക്കുന്നവർക്കും നല്ല പദവികൾ കിട്ടും. അതാണ് MR അജിത് കുമാറിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അല്ലാതെ നിയമത്തിന്റെ വഴിക്ക് എന്നുള്ള കാര്യം ഒന്നുമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. സർക്കാരിന് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. സർക്കാരിന് ഇപ്പോൾ ധൃതി വെച്ച് ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടം എടുത്ത് നോക്കൂ, എത്രമാത്രം ശ്രദ്ധയാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നില്ല. അതായത് ഒരു FIR ഇട്ടിട്ടില്ല ഒരു കാര്യത്തിലും. വിജിലൻസ് അന്വേഷണമൊക്കെ നടക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാ ഇത് ബോധ്യമാവുകയാണ് എങ്കിൽ കേസെടുത്ത് അന്വേഷിക്കലാണ്. അതവിടെ ഉണ്ടായിട്ടില്ല. RSS നേതാക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അതൊരു ഔദ്യോഗിക കൃത്യനിർവഹണ വീഴ്ചയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് DGPയുടെ റിപ്പോർട്ട് ആദ്യം വന്നത്. പക്ഷേ വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. പൂരം കലക്കലിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് വന്നിട്ട് അതിൻ്റെ മേൽ ഉത്തരവിടുകയായിരുന്നു മറ്റൊരു അന്വേഷണത്തിന്. ഇവിടെയൊക്കെ കരുതലെടുത്തു എന്ന് പറയുമ്പോൾ, ശ്രദ്ധ എടുത്തു എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന ഗൈഡ് ലൈൻസ് മറികടക്കാത്ത രീതിയിൽ വേണം എന്നുള്ള നിർബന്ധം സർക്കാരിനുണ്ടായിരുന്നു. അതെവിടെ നിന്നും ആ നിർദ്ദേശം പോകുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും ഈ പ്രൊമോഷൻ വരുന്ന ഘട്ടത്തിൽ അത് MR അജിത് കുമാറിന് ഒരു ബാധ്യതയായി മാറരുത് എന്ന്. അതാണ് കരുതൽ എന്ന് പറയുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഡോക്ടർ B. ജയരാജ്. അതല്ലാതെ ഞങ്ങളെല്ലാം ചട്ടം പാലിച്ചാണ് നടത്തിയത്, ഗൈഡ് ലൈൻസിൽ കടുകിട മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ 3-4 മാസമായി പൊതുസമക്ഷത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എത്ര വാദിച്ചാലും. ഈ പൊതുസമക്ഷത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിവിടുന്ന വാർത്തകളുണ്ട്, മറ്റ് പ്രതിപക്ഷം ഉണ്ടാക്കിയിടുന്ന വാർത്തകളുണ്ട്, മറ്റ് തൽപര കക്ഷികൾ ഘടകകക്ഷികൾ ഉണ്ടാക്കുന്ന വാർത്തയും ഉണ്ടായിരിക്കും, ഓൺലൈൻ ചാനലുകൾ ഘടകകക്ഷികൾ ഉണ്ടാക്കുന്ന വാർത്തയും ഉണ്ടായിരിക്കും. CPI ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായിട്ട് വാദിച്ചത്. RJD പരസ്യമായിട്ട് രംഗത്ത് വന്നു. തീർച്ചയായിട്ടും അവരൊക്കെ മാളത്തിൽ വിളിച്ചോ എന്നറിയില്ല. ഇതിനകത്ത് നമ്മളൊരു ചർച്ചയിൽ ഇതേ ഫ്ലോറിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പൂരത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സുനിൽകുമാർ, പഴയ MP, പഴയ മന്ത്രി സുനിൽകുമാർ, CPIയുടെ സുനിൽകുമാർ ഓൺലൈനിൽ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് അദ്ദേഹം വളരെ വികാരപരമായിട്ടാണ് സമീപിച്ചത്. തോൽവിയും വിജയമൊക്കെ ഉണ്ടാവും, അതൊന്നും അല്ല വിഷയം, ഇവിടെ പൂരം കലക്കി എന്നുള്ളതാണ് വിഷയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് എന്നാണ് ഈ പൂരം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക അല്ലെങ്കിൽ സെലിബ്രേഷൻ അതിൻ്റെ പ്രധാനപ്പെട്ട അംഗമാണെന്ന് തോന്നുന്നതെന്നൊക്കെ മറുചോദ്യം ചോദിക്കണമെന്ന് എനിക്ക് അന്നുണ്ടായിരുന്നു. പക്ഷേ അന്നേരം ഒരു ഇമോഷണലി ഇതായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഞാനത് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും
അങ്ങനെ ഒരു വിഷയത്തിലാണ് CPI ഒരു തർക്കം ഉന്നയിച്ചത്. CPIയുടെ തർക്കം ഉന്നയിച്ചത് ബിനോയ് വിശ്വം എടുത്ത് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തോടു കൂടി എടുത്ത് അതിൽ നിന്ന് അയാളെ മാറ്റി നിർത്തി അതിനുശേഷം അന്വേഷണം നടത്തുകയാണ് ഉണ്ടായത്. ഈ അന്വേഷണം നടത്തിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരാളുടെ പേരിൽ കേസെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് എന്തെങ്കിലും ഒരു തെളിവില്ലാതെ ചുമ്മാ കുറേ ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ആരോപണങ്ങളുടെ പുറത്ത് തെളിവില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് നടപടിയെടുക്കുന്നത്? ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ ഒരു കേസിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ബാക്കിയുള്ള എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് ഇയാളെന്തോ ഷെൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇനി വേറെ ഏതെങ്കിലും കെയ്മൻ ഐലൻഡ്സിലോ അതല്ലെങ്കിൽ ബാർബഡോസിലോ അതല്ലെങ്കിൽ സേഷ്യൽസിലോ ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ടോ? ആരാണ് അന്വേഷിക്കുന്നത്? ഇതൊക്കെ അന്വേഷിക്കുന്നത് ആരാണ്? സംസ്ഥാന വിജിലൻസ് അല്ലേ അന്വേഷിക്കുന്നത്? ഈ വിജിലൻസ് ഡയറക്ടർ, ഈ അന്വേഷിക്കുന്ന വിജിലൻസ് ഡയറക്ടർ ഈ DGP പാനലിലേക്ക് ആളെ ശുപാർശ ചെയ്യുന്നതിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് ഡോക്ടർ B. ജയരാജ്. അപ്പോൾ ഈ വിജിലൻസ് ഡയറക്ടർ അന്വേഷിച്ചാൽ എന്താകുമെന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഈ വിഷയങ്ങളെല്ലാം. ശ്രീത് പണിക്കർ, ഇതേ വിജിലൻസ് ഡയറക്ടർ തന്നെ അംഗമാണല്ലോ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ. ആ സ്ക്രീനിംഗ് കമ്മിറ്റി തന്നെയാണല്ലോ ഈ ശുപാർശ. ഒരു മിനിറ്റ് മഞ്ജുഷ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഒരു സെക്കൻഡ്, ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെ കൊണ്ട് അന്വേഷിക്കണം? എല്ലാത്തിനും നമ്മൾ കേന്ദ്ര ഏജൻസിയെ വിളിച്ച് അന്വേഷിപ്പിക്കാൻ പറ്റുമോ എല്ലാ കേസും? അങ്ങനെയല്ല ഡോക്ടർ B. ജയരാജ്, ഈ അന്വേഷണം അല്ല, അതിന്റെ പ്രഹസനമാണ് ഞാൻ പറയുന്നത്. ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ അതല്ലല്ല വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ വിജിലൻസ് ഡയറക്ടർ തന്നെ അംഗമായിരിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ആരോപണ വിധേയനായ ആളിനെ ശുപാർശ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. അതിൽ നിങ്ങൾ പറയും അത് ചട്ടലംഘനമൊന്നുമില്ല, സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പിന്നെ വിജിലൻസ് ഡയറക്ടറെ അല്ലാതെ മറ്റാരെങ്കിലും കൊണ്ടിരുത്താമോ എന്നുള്ള ചോദ്യമൊക്കെ വരും. ശരിയാണ്, അതൊക്കെ ചട്ടപ്രകാരം തന്നെ അങ്ങനെയേ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിനൊക്കെ ഒരു ധാർമ്മികത എന്നുള്ള ഘടകം കൂടി വർക്ക് ചെയ്യണം. അതിനൊന്നും സർക്കാരിനോ മന്ത്രിസഭയ്ക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. കൃത്യമായി ഇടതുപക്ഷ മൂല്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും പൂരം കലക്കലിലും ഒക്കെ CPI അത് ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ ചട്ടങ്ങളോ ഒന്നുമല്ല കാര്യമാക്കേണ്ടത്, ധാർമ്മികതയാണ് കാര്യമാക്കേണ്ടതെന്ന്. അത് കാണുന്നില്ല, അത്രയേ ഉള്ളൂ. ശ്രീ പണിക്കർ, നമ്മളിവിടെ വിജിലൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കമ്മിറ്റി ഇങ്ങനെ ഒരു ഓഫീസർമാരുടെ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ വിജിലൻസിൻ്റെ ക്ലിയറൻസ് ഉണ്ടായിരിക്കണം എന്നുകൂടി ഈ ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് വിജിലൻസ് ക്ലിയറൻസ് ഈ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക ലംഘനത്തിനടക്കമുള്ള നടപടികളൊന്നും തന്നെ പെൻഡിങ് അല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലിയറൻസ് ഉണ്ടാകണം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഇവിടെ വിജിലൻസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കാര്യം കൂടി ശ്രീത് പണിക്കർ, അത് അന്ന് ആവർത്തിച്ച് ചോദിച്ചതാണ്. എന്താണ് ഈ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ കാരണമെന്ന്? അതിൽ വ്യക്തമായ ഉത്തരം പറയാതിരുന്നത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അന്ന് ചർച്ചയായ വിഷയമാണിത്. ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തരത്തിലും അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പോലും വരാൻ പാടില്ല. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്തുമ്പോൾ, DGP റാങ്കിലേക്ക് സെലക്ഷൻ നടത്തുമ്പോൾ എന്നുള്ള കരുതൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആ വിവാദം കൊടുമ്പിരി കൊള്ളുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നു. അതെ, അത് തന്നെയാണ് എൻ്റെ പോയിന്റ്. ഞാൻ ശ്രീ ജയരാജനോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതായത് വിജിലൻസിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ശുപാർശ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും വിജിലൻസ് ക്ലിയറൻസ് കിട്ടില്ല. വിജിലൻസ് ക്ലിയറൻസ് കിട്ടില്ല എങ്കിൽ ഈ കമ്മിറ്റിക്ക് അദ്ദേഹത്തിനെ ഇങ്ങനെ ശുപാർശ ചെയ്യാനായിട്ട് സാധ്യമാവുകയും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് അദ്ദേഹം സീഷൽസിലോ കെയ്മാൻ ഐലൻഡ്സിലോ എവിടെയെങ്കിലും അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചിട്ട് അവിടെ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അന്വേഷിച്ചുകൊണ്ട് അത് അദ്ദേഹം കുറ്റക്കാരനാണെന്നോ അഥവാ അല്ല എന്നോ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇവിടെ ഉണ്ടല്ലോ. ആ പ്രൊസീജിയർ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ പിന്തുടർന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് അന്വേഷിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലീൻ ചിറ്റ് നൽകണമെങ്കിൽ നൽകാമായിരുന്നു. അങ്ങനെയെങ്കിൽ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് എന്ന് പറയാമായിരുന്നു. അപ്പോൾ പിന്നെ ക്ലീൻ ചിറ്റ് നൽകിയത് ശരിയാണോ അല്ലയോ എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഈ ചർച്ച ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് ആർക്കും ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം നേരിടുമ്പോൾ അതിൽ 2 തെളിയിക്കപ്പെട്ടാൽ ക്രിമിനൽ സ്വഭാവമുണ്ട്. അങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കാര്യം പെൻഡിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെ സർക്കാർ എന്ത് ബോധ്യത്തിലാണ് മുകളിലേക്ക് ശുപാർശ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നമ്മളിവിടെ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞു. ആ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള അസസ്മെൻ്റാണ് ഇന്റേണലി നടത്തിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി 3-4 പോയിന്റുകളുണ്ട്. അതിലൊന്ന് അദ്ദേഹം കഠിനാധ്വാനിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം എന്നാണ്. രണ്ടാമത്തേത് അദ്ദേഹം സൽസ്വഭാവിയായിരിക്കണം എന്നാണ്.
മൂന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എല്ലാം തന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം എന്നാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു ശരാശരി ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് കുഴപ്പമുള്ള കാര്യമല്ല, പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊമോഷനൊക്കെ ഡിസർവ് ചെയ്യുന്നത് ശരാശരിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്, വളരെ നോട്ട് വർത്തി ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്, ഈ രീതിയിലത്തേക്കുള്ള റെക്കഗ്നിഷൻ കിട്ടാനായി അദ്ദേഹം അർഹനാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള കാര്യങ്ങളിൽ സർക്കാരിന് അല്ലെങ്കിൽ ഈ ശുപാർശ ചെയ്യുന്ന ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഈ പാനലിന് എന്ത് തരത്തിലുള്ള ബോധ്യമായിരുന്നു ഉണ്ടായിരുന്നത്, അവർ ഈ പറയുന്ന വിഷയങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. അതായത് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പൂരം കലക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ട് DGP തള്ളി എന്ന് നമ്മൾ കാണുന്നു. ക്രമസമാധാന പാലനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്ന് പറയുന്നു. അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു. ഞാൻ പറയുന്നത്, ഇതിൽ തന്നെ ഗ്രേഡിംഗ് നടത്തുന്ന സമയത്ത് ഉന്നതാധികാരികളുടെ അതൃപ്തിക്ക് ഇദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ പാത്രമായിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി പരിഗണിക്കുന്നുണ്ട്. ആ അതൃപ്തി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനോട് കൺവേ ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് അവിടെ ഉണ്ടായിരിക്കുകയും ആ റിപ്പോർട്ട് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരു ചുമതലയിൽ നിന്ന് നീക്കി നിർത്തുന്ന സമയത്ത് അത് എൻക്വയറി പെൻഡിങ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ആരോപണം ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് ഇത് നമ്മൾ ഏത് രീതിയിലോ ഇത് അതൃപ്തിയായിട്ടാണോ തൃപ്തിയായിട്ടാണോ നമ്മൾ കരുതുക? ഇത് അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അദ്ദേഹത്തിനെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധ്യമാണോ? അപ്പോൾ നമ്മൾ ഈ മാറ്റി നിർത്തുന്നതിൻ്റെ ഓർഡറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും പ്രത്യേകിച്ച് കാരണമില്ല. അതൊരു റുട്ടീൻ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അദ്ദേഹത്തിനെ മൂവ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇൻറ്റേർണലി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ നൽകിയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു ശുപാർശ നൽകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും ഇൻറ്റേർണലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അങ്ങേയറ്റത്തെ മിസ്മാച്ച് ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നോ അദ്ദേഹം കൊടും കുറ്റവാളിയാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. ഒന്നുമല്ല. പക്ഷേ ഈ പെൻഡിംഗ് ഡിസിപ്ലിനറി ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി എന്ന് പറയുന്നത് വെറുതെ അങ്ങ് മാറ്റിയതല്ലല്ലോ. ആ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയത് കൊണ്ട് തന്നെയാണല്ലോ മാറ്റിയത്. അതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആണെന്ന് പറയുവാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഈ പറയുന്ന ഈ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് വരരുത് എന്നുള്ള മുൻകരുതൽ കൊണ്ടാണ് എന്ന് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് വായിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എല്ലാ പോയിന്റും വായിച്ചില്ല, ഓരോ പോയിന്റും വായിച്ചു വരുമ്പോൾ അതിൽ ഈ ഡിസിപ്ലിനറി ആക്ഷൻ ഒരു പ്രധാന ഘടകമാണ് ഇല്ലേ? അതിന്റെ പേരിൽ ഈ ശുപാർശ, ഈ സ്ക്രൂട്ടിനി കമ്മിറ്റി നടത്തുന്ന ശുപാർശ വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് അതോറിറ്റിക്ക് വേണ്ട എന്ന് വെക്കാം. അത് തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും മറ്റൊരു പേര് നിർദ്ദേശിക്കുവാൻ ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ഇതൊന്നോടെ പരിഗണിക്കുക, അതിൽ മറ്റു മാനദണ്ഡങ്ങൾ കൂടി പരിഗണിക്കുക എന്നുള്ള കാര്യം ആവശ്യപ്പെടാം. അപ്പോയിന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഇല്ലേ ഗവൺമെന്റ് ആണല്ലോ. അതായത് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിനെ ഈ ഒരു പൊസിഷനിൽ നിന്ന്, അത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏതൊരു സംസ്ഥാനത്താണെങ്കിലും നൽകേണ്ടുന്ന ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ഉന്നതാധികാരികളുടെ അതൃപ്തിക്ക് അദ്ദേഹം പാത്രമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതല്ലാതെ മറ്റെന്ത് രീതിയിലാണ് നമുക്കതിനെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുക? ഇനി അങ്ങനെയാണ് എങ്കിൽ അത് ഓൺ പേപ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇദ്ദേഹത്തിന് ഈ ചുമതലകളൊക്കെ മാറ്റി കൊടുക്കുന്ന സമയത്ത്, അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓർഡറുകൾ ഇറങ്ങുന്ന സമയത്ത് ഇത് ഡിസിപ്ലിനറി ആക്ഷൻ ആണെന്നൊന്നുമില്ല. ഇതിൽ അദ്ദേഹത്തിന് പുതിയൊരു ചുമതല നൽകുന്നു എന്ന രീതിയിലത്തേക്ക് മാത്രമുള്ളൂ. അതായത് പുറത്തേക്ക് വരുന്ന ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ തന്നെ ഒരു റുട്ടീൻ പ്രൊസീജിയറാണ് എന്ന രീതിയിൽ നേരത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP ആണെങ്കിൽ ഇപ്പോൾ മറ്റൊന്ന് എന്ന രീതിയിലത്തേക്ക് മാത്രമാണ് സർക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. നേരെ മറിച്ച് ഇത് അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്നോ അതുമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറി ഉണ്ട് എന്നോ അത് ഡിസിപ്ലിനറി ആക്ഷനിൽ കലാശിക്കാം എന്ന രീതിയിലത്തേക്കുള്ള റെക്കോർഡ് എവിടെയാണ് ഉണ്ടാവുക? കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ സൽസ്വഭാവിയാണ്, കഠിനാധ്വാനിയാണ്, റിസൾട്ട് ഓറിയൻറ്റഡ് പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, എബവ് ആവറേജ് പെർഫോമറാണ്, അദ്ദേഹം നോട്ട് വർത്തിയാണ്, അദ്ദേഹത്തിന് റെക്കഗ്നിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ ആഭ്യന്തരമായിട്ട് ഇന്റേണൽ കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സിന്റെ ഭാഗമായിട്ട് സൂക്ഷിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇതിപ്പോൾ ഒറ്റയടിക്ക് പറയുന്ന ഒരു ക്രിമിനൽ പ്രൊസീജിയറോ അല്ലെങ്കിൽ ഒരു ചാർജ് ഷീറ്റ്, ഒരു കുറ്റപത്രമോ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷനോ ഉണ്ടാകാത്ത ഒരാൾ ഈ പ്രൊമോഷന് യോഗ്യനാണ് എന്ന രീതിയിലാണല്ലോ. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഈ ഒരു പാനൽ ശുപാർശ ചെയ്തത് MR അജിത് കുമാറിന്റെ പേര്. അങ്ങനെയാണല്ലോ അൺഒഫീഷ്യലായിട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന വിവരം. പക്ഷേ ഈ ഗൈഡ് ലൈൻസ് വായിച്ചു നോക്കണം, അപ്പോൾ മനസ്സിലാകും അതിനകത്ത് എത്രത്തോളം ലൂപ്പ് ഹോൾസ് ഉണ്ട്. വേണമെങ്കിൽ എന്നല്ല,
അതിന് എല്ലാ സാധ്യതകളുമുണ്ട് ഈ വ്യക്തിയെ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സർക്കാരിന് കഴിയും എന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു കഴിഞ്ഞു. ഇതിന് സെൻട്രലിലേക്ക് പോവുകയാണ്. UPSCയിൽ നിന്ന് ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അദ്ദേഹം DGP റാങ്ക് കിട്ടാൻ യോഗ്യനായിട്ട് വരികയാണ്. അടുത്ത ഒഴിവ് വരുന്ന സമയത്ത്, അടുത്തല്ല അതിന് തൊട്ടടുത്ത ഒഴിവ് വരുന്ന സമയത്ത് അദ്ദേഹം DGP റാങ്കിൽ നിയമിതനാകും. അതുമാത്രമല്ല, പോലീസ് മേധാവിയുടെ ഒഴിവ് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് DGP റാങ്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് മേധാവിയാക്കി അദ്ദേഹത്തെ മാറ്റിയെടുക്കുവാനുള്ള ബുദ്ധിമുട്ട് സർക്കാരിന് ഉണ്ടാവുകയില്ല. അതിനുള്ള കളം ഇപ്പോൾ തന്നെ ഒരുക്കി വെച്ചിട്ടുമുണ്ടാകുമല്ലോ. ശ്രീ നിജേഷ് അരബിന്ദ് ഒന്നുകൂടി സ്റ്റഡി ചെയ്തിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരോട് ഇക്കാര്യം അവതരിപ്പിക്കുവാൻ പറയണം. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. KPCC പ്രസിഡന്റ് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അത് RSS ബന്ധം മാത്രമേ അദ്ദേഹം ഊന്നി പറയുന്നുള്ളൂ. പക്ഷേ അതിനുമപ്പുറം കാര്യങ്ങളുണ്ട്. ADGP MR അജിത് കുമാറിന് ഈ DGP റാങ്കിനുള്ള ശുപാർശ നൽകാതിരിക്കുവാനുള്ള, അത് അംഗീകരിക്കാതിരിക്കുവാൻ മന്ത്രിസഭയ്ക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയണം. വലിയൊരു വിഷയമാണിത്. പൊതുസമൂഹത്തെ നോക്കി പരിഹസിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഗൗരവം, ആ ഗൗരവം ചോരാതെ തന്നെ പൊതുസമൂഹത്തിലേക്കും അതോടൊപ്പം തന്നെ നിയമപരമായ നടപടികളിലേക്കും കടക്കാൻ കോൺഗ്രസ് തയ്യാറാകും. യാതൊരു സംശയവുമില്ല. കാരണം ഇതുപോലെ ഒരാളെ നാളെ കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അപകടകരമായ ഒന്നാണ്. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ നമ്മൾക്ക് സാധ്യമല്ല. നേരത്തെ ശ്രീ ജയരാജ് പറഞ്ഞ ഉത്തരം എനിക്ക് വ്യക്തമല്ല. അദ്ദേഹം പറഞ്ഞത് അന്വേഷണം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരാളെ ആ സ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ്. ആ ചോദ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ. ഇങ്ങനെ ഓടി പിടിച്ച് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കട്ടെ എന്ന ഒരു വാക്കെങ്കിലും ആ സമിതിക്കോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കോ പറഞ്ഞുകൂടായിരുന്നോ? അദ്ദേഹത്തിനെതിരെ 3 കേസുകളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നത് വരെ ഈ കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നു. കാരണം ഇപ്പം വരാനുള്ള പ്രൊമോഷൻ അല്ലല്ലോ, ജൂലൈ മാസത്തോ മറ്റോ വരാനുള്ള ഒരു പ്രൊമോഷന്റെ പേരിൽ എന്തിനു ഇപ്പോഴേ തീരുമാനമെടുത്ത് വെക്കണം? ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ എന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അത് പറയാതെ ഗവൺമെന്റിന്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വളരെ വ്യക്തമായി നടപ്പിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം വളരെ കൃത്യമാണ്. ഇത് ഗവൺമെന്റിന്റെ താല്പര്യമാണ് നടക്കുന്നത്. നേരത്തെ ജയരാജന് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് തുറക്കപ്പെടുന്നത് പഴയ സ്വർണ്ണക്കടത്ത് കാലം തന്നെയാണ്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ കാലത്ത് തന്നെയാണ്. സരിതിനെ തട്ടിക്കൊണ്ടുപോയ കാലത്ത് തന്നെയാണ്. അന്നത്തെ മാധ്യമങ്ങളിൽ വാർത്ത നിറഞ്ഞു നിന്ന കാലത്താണ് അജിത് കുമാർ കേരളീയ സമൂഹത്തിലേക്ക് വിജിലൻസ് ഡയറക്ടർ നിലയ്ക്ക് വന്നത്. വിജിലൻസുമായി യാതൊരു ബന്ധവുമില്ലാത്ത, വിജിലൻസ് രജിസ്റ്റർ ചെയ്യാത്ത, വിജിലൻസിന്റെ മുന്നിൽ വരാത്ത ഒരു കേസിലെ സരിത്തിനെ എന്തിന് അന്ന് കസ്റ്റഡിയിലെടുത്തു എന്ന ചോദ്യമാണ്. സരിത്തിന്റെ അടുത്തുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന ചോദ്യം തന്നെയാണ് ഇന്നും പ്രസക്തം. അതുകൊണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണ് നടത്തുന്നത്. അല്ലെങ്കിൽ അജിത് കുമാറിനെ ഏതോ തരത്തിൽ ഗവൺമെന്റ് പേടിക്കുന്നുണ്ട്. അജിത് കുമാറിന്റെ കയ്യിലുള്ള അതുകൊണ്ടാണ് അജിത് കുമാർ ഇടയ്ക്ക് RSS നേതാക്കളുമായി ഒക്കെ ചർച്ച നടത്തുന്ന സമയത്ത് സറണ്ടർ ചെയ്യാൻ ഭരണകക്ഷിയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായ CPI ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും നടപടിയെടുക്കാതിരിക്കുന്നത്. CPM നടപടിയെടുക്കാതിരിക്കാൻ കാരണം എന്താണ്? എന്തോ ചിലത് ഒളിക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അജിത് കുമാറിന്റെ കയ്യിലുണ്ട് എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? കേരളത്തിലെ പൊതുസമൂഹത്തിനെ ചോദ്യം ചെയ്യുന്ന, കേരളത്തിലെ പൊതുസമൂഹത്തിനെ കളിയാക്കുന്ന ഒരു തീരുമാനമാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ ഭരണകൂടത്തിൽ ഉണ്ടാകുന്നത്. ആദ്യത്തെ തീരുമാനമല്ല, നിരന്തരമായി ഇത്തരത്തിലുള്ള നടപടികളാണ് കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുന്നത്. പ്രതിപക്ഷം അതിനെ വളരെ ശക്തമായി അതിന്റെ മറ്റ് നിയമ നടപടികളിൽ കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരിയാണ്. ശ്രീ ഡോക്ടർ B ജയരാജ്, താങ്കളാണ് ആദ്യം അങ്ങ് പറഞ്ഞു വിട്ടത് ഒരു തരത്തിലുള്ള കുറ്റപത്രമോ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷനോ ഒന്നും ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് DGP റാങ്കിനുള്ള പ്രൊമോഷനിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന്. പക്ഷേ ആ ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ശ്രീത്ത് പറഞ്ഞതിനും അപ്പുറം ഒരു കാര്യമാണ്. ശ്രീത്ത് വായിച്ചു എന്നറിയില്ല. ബിഫോർ മേക്കിംഗ് ദ ഓവറോൾ ഗ്രേഡിംഗ് ദ കമ്മിറ്റി ഷുഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് വെദർ ദ ഓഫീസർ ഹാസ് ബീൻ അവാർഡഡ് എ മേജർ ഓർ മൈനർ പെനാൽറ്റി ഓർ വെദർ എ ഡിസ്പ്ലഷർ ഓഫ് എനി ഹയർ അതോറിറ്റി ഹാവ് ബീൻ conveyed to him. Similarly, the committee would also take note of. അതാണ് ശ്രീത്ത് പറഞ്ഞ കാര്യമാണ്. അത് പ്രധാനപ്പെട്ടതാണ് 7.3 എന്നുള്ളത്. താങ്കൾ ഒറ്റയടിക്ക് ഒരു തരത്തിലുള്ള കുറ്റപത്രമോ അല്ലെങ്കിൽ
ഡിസിപ്ലിനറി ആക്ഷനോ ഒന്നുമില്ലെങ്കിൽ എന്തിനു മാറ്റി നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങളാണ്. അപ്പോൾ എത്ര തവണ ഈ കഴിഞ്ഞ സമീപകാല വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ഉള്ളതാണല്ലോ. വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയത് എന്ത് കാരണത്താലാണ്? അതുപോലെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി. ഇതൊക്കെ ഹയർ അതോറിറ്റിക്ക് അതൃപ്തി ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ. പക്ഷേ അതൃപ്തിയില്ല, അത് ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരവും ഒക്കെ വന്നതുകൊണ്ട് അതൃപ്തി ഉണ്ട് എന്ന് തോന്നലുണ്ടാക്കിക്കൊണ്ട് മാറ്റി നിർത്തി എന്നേ ഉള്ളൂ. എങ്കിൽ അങ്ങനെയുള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റി മുൻപാകെ വരാതിരിക്കാനും സൂക്ഷിച്ചിട്ടുമുണ്ട്. അങ്ങനെയല്ല മഞ്ജുഷ അതിനെ കാണേണ്ടത്. ഇപ്പോൾ പൂരം കലക്കൽ എന്ന് പറഞ്ഞൊരു വിവാദം വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് റൂള് വന്നല്ലോ, പൂരം പോയിട്ട് ഒന്നും നടത്താൻ പറ്റാത്ത രീതിയിലാണ് ആ റൂള് വന്നിരിക്കുന്നത്. ആനകളെ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പൂരം കലക്കിന്ന് ആരെങ്കിലും പറയുമോ? ഒന്നാമത് തെരഞ്ഞെടുപ്പിൻ്റെ വളരെ ചൂടിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇതുമാതിരി ഒരു കരിമരുന്ന് പ്രയോഗം നടത്തുന്നതിന് കുറച്ച് പോലീസുകാർ, അവിടെ നിയമിച്ചിരുന്ന പോലീസുകാരൻ കുറച്ചധികം സ്ട്രിക്റ്റായി, അതായത് ഉത്സവ കമ്മിറ്റി മെമ്പർമാരെ പോലും കടത്തിവിടാനുള്ള ആനയ്ക്ക് അങ്ങനെയൊന്നും അല്ല ശ്രീ ഡോക്ടർ ബി ജയരാജ്. ഇതൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ കടന്നു കയറിയവ ആരൊക്കെയാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ വീണ്ടും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതിൽ ഓരോ ഇലമെന്റ് എടുത്ത് മാറ്റിവെച്ച അന്വേഷണമുണ്ട്. ത്രിതല അന്വേഷണമാണല്ലോ നടക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ച അതിനകത്തുണ്ട്, വെളിയിൽ നിന്നുള്ള കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള അന്വേഷണം അതിൽ വരുന്നുണ്ട്, ADGP MR അജിത് കുമാറിന്റെ അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ 3 തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്റലിജൻസ് അന്വേഷണം നടക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും താങ്കൾ പറയുകയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെയെന്ന്. അവിടെയൊക്കെ ഈ ബ്ലാക്ക് മാർക്കായിട്ട് അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ഈ ADGP ആണ്. ആ ADGP നാളെ സംസ്ഥാനത്ത് ക്രമസമാധാന പാലന ചുമതലയുടെ തലപ്പത്ത്, അതായത് പോലീസ് മേധാവിയുടെ പദവിയിൽ വരിക എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? വന്നു എന്ന് പറയുന്നില്ല, വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയല്ലേ ഡോക്ടർ ബി ജയരാജ്? അത് ഈ സർക്കാർ പോകുന്നതിന് മുൻപ് തന്നെ അങ്ങനെ വരികയാണെങ്കിൽ 2025 തന്നെ വേണമെങ്കിൽ വരാം, ജൂണോടുകൂടി. ഇതിനകത്ത് പ്രധാനമായിട്ട് ഇതിനകത്ത് ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളത്, ഇതിനകത്ത് തെളിവുകളൊന്നുമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഈ പ്രശ്നത്തിൽ ഇതിനകത്ത് കുറച്ച് ഓവർ സ്ട്രിക്റ്റായി എന്നുള്ളതാണ് ഈ പൂരം കലക്കി എന്നുള്ള ഒരു വലിയൊരു ഇമേജ്. പിന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള CPI വളരെ വികാരപരിതമായിട്ടാണ് അതിന് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം അടക്കം പ്രതികരിച്ചപ്പോഴത്തേക്കും അത്തരം ഒരു അന്വേഷണത്തിൻ്റെ ഒരു ആവശ്യകത വേണ്ടി വന്നു. അല്ലെങ്കിൽ ആ ഒരു പ്രതിപക്ഷ ആരോപണം എന്നുള്ള രീതിയിൽ അതിനെ അന്നേരം തള്ളിക്കളയേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം അത്ര വലിയൊരു വിഷയമൊന്നും ആയിരുന്നില്ല. ഇപ്പം എത്രയോ തവണ, ഇപ്പോൾ കൊറോണ സമയത്ത് എത്രയോ തവണ മാറ്റിവെച്ചിട്ടുണ്ട്, എത്രയോ ഉത്സവങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ട്. അത് വലിയൊരു പ്രശ്നമാക്കി അവതരിപ്പിക്കുകയും പൂരം കലക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷനൊക്കെ കൊടുത്തിട്ട് പൂരം കലക്കാനാരോ ശ്രമം നടത്തി, ഇതിനകത്ത് പ്രത്യേകിച്ച് എന്തോ താല്പര്യമുണ്ട്, സ്ഥാപിത താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം അതങ്ങ് ശരി, MR അജിത് കുമാറിനെ എന്തായാലും വെള്ള പൂശുവാനുള്ള ശ്രമമാണ് താങ്കൾ നടത്തുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശ്രീ പണിക്കർ, ഇത്രയും ലാഘവത്തോടെ കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമാണോ? മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ മറ്റൊരു നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ CPI പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നൊന്നും അല്ല. അല്ല, അത് അങ്ങനെ ലളിതമായിട്ട് നമുക്ക് കരുതാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ ശ്രീ MR അജിത് കുമാറിനെതിരെ വ്യക്തിപരമായിട്ട് യാതൊരു വിധത്തിലുള്ള വിദ്വേഷവുമുള്ള ആൾക്കാരല്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള താല്പര്യത്തിനെ പരിഗണിച്ചാൽ ഭരണത്തിൽ ഉള്ള ട്രാൻസ്പെറൻസി എന്നുള്ള ഒരു കാര്യത്തിനെ മുൻനിർത്തിയിട്ടാണെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടി അവധാനത സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇത് പ്രതിപക്ഷം മാത്രം പറയുന്ന ഒരു ആരോപണമല്ല. അവിടെയാണ് ഇത് കേവല രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് മുകളിലേക്ക് ഇത് വളരുന്നത്. കാരണം CPI എന്ന് പറയുന്ന സഖ്യകക്ഷി തന്നെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ RJD പോലെയുള്ള സഖ്യകക്ഷികളെല്ലാം തന്നെ കടുംപിടുത്തം പിടിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനെ കേവലം രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇനി നിലനിൽക്കുക? അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. ഇതൊരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ എൻക്വയറി ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകണമെങ്കിൽ അത് നൽകാമായിരുന്നു, അതിനുശേഷം പരിഗണിക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് എൻക്വയറി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഒക്കെ തന്നെ പെൻഡിങ് ആണ് എങ്കിൽ, അത് അദ്ദേഹത്തിനെതിരായിട്ടാണ് ആ റിപ്പോർട്ട് വരുന്നത് എങ്കിൽ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലത്തേക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ ഒരൊറ്റ കാര്യത്തിനെ പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വലിയ സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അദ്ദേഹം ഉന്നതാധികാരികളുടെ ഡിസ്പ്ലഷറിന് പാത്രമായിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നൊരു വകുപ്പ് തന്നെ എടുത്ത് മാറ്റി അദ്ദേഹത്തിൻ്റെ ചുമതല മാറ്റി നൽകിയിട്ടുണ്ട് എന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു വിഷയത്തിലെ റിപ്പോർട്ടിനെ DGP തള്ളി എന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഫാക്ട് മുന്നിൽ നിൽക്കുമ്പോൾ
അദ്ദേഹത്തിനോട് വലിയ രീതിയിലത്തേക്കുള്ള ഒരു ലീനിയൻസി സംസ്ഥാന സർക്കാർ കാണിക്കുമ്പോൾ അത് പുറത്ത് നമ്മൾ കണ്ടിരിക്കുന്ന ഫാക്റ്റുമായിട്ട് ഇത് ചേർന്നു പോകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ പിന്നെ അദ്ദേഹത്തിന് സൗകര്യപ്രദമായിട്ട് പ്രൊമോഷന് ശുപാർശ നൽകുന്ന രീതിയിലത്തേക്ക് ആഭ്യന്തരമായിട്ടുള്ള കടലാസുകൾ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഇദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹത്തിനെ ഒരു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി മറ്റൊരു ചുമതല കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് നൽകിയത് എന്നതിനെ പറ്റി ശരി, ഗുരുതരമായ കാര്യം തന്നെയാണത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് DGP റാങ്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കി കൊടുത്തത്? ഇക്കാര്യം പുറത്തു വരേണ്ട ആവശ്യമുണ്ട്. അതേസമയത്ത് തന്നെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കണം എന്നുള്ള നിർബന്ധം ഇല്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നിർബന്ധമായിട്ടും ഇദ്ദേഹത്തിന് DGP റാങ്ക് പദവി കിട്ടിയേ തീരൂ എന്ന കടുംപിടുത്തത്തിൽ സർക്കാർ ഇരിക്കുന്നു? അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോട് അത്രമാത്രം കരുതലാണ് സംസ്ഥാന സർക്കാരിനുള്ളത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുള്ളത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: MR അജിത് കുമാറിനെ DGP ആക്കുന്നത് ശരിയോ? ശരിയാണെന്ന് 24% പ്രേക്ഷകർ, അല്ല എന്ന് 72%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.